ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് കമ്മ്യൂണിസമാണ്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും കമ്മ്യൂണിസത്തിൽ തന്നെയാണ്. വെറും വാക്ക് പറയല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങോട്ടും പോകാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം താ, എനിക്കൊരു ചാൻസ്, ഒരേ ഒരു വട്ടം താ. ഞാൻ MLA ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒത്തിരി വികസനങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് ഇടപെടാൻ സാധിക്കും. പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലേക്കൊരു ചുവടുമാറ്റത്തിനുള്ള കാരണം എന്താണ്? രാഷ്ട്രീയത്തിൽ മുന്നേ ഞാൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ SFIയുടെ ചെയർപേഴ്സണായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തായാലും രാഷ്ട്രീയം എന്നും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് തേടിയൊരു അവസരം വന്നപ്പോൾ ഞാനത് കറക്റ്റ് സമയമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി. കാരണം അപ്പം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ടൈമാണ്. ചിലത് പറയത്തില്ലേ, ഒരു സമയം നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല സമയം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സമയമാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പതിയെ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഭഗവാനെ കണ്ട് തൊഴുത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്വന്തം നാട് പ്രതിനിധീകരിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ ഇവിടുത്തെ സാഹചര്യവും പിന്നെ നാട്ടുകാർക്ക് എന്ത് വാഗ്ദാനമാണ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഞാൻ അയ്മനം പഞ്ചായത്തിൽ പരിപ്പിലാണ്. ഞാൻ കുളശ്ശേരി ജനിച്ച് പരിപ്പിൽ വളർന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇപ്പോൾ എൻ്റെ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും നേരി കാണാൻ പോകുന്നുണ്ട്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പഞ്ചായത്തുകളിലുമെല്ലാം, ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ബാക്കിയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലും എല്ലാം ഞാൻ നേരിട്ട് ചെന്ന് അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ഇതിനകത്ത് വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ഷുവർട്ടിയാണ് എനിക്ക് പറയാനുള്ളത്. 2020 എന്ന് പറയുന്ന 2020 മോഡൽ കിഴക്കമ്പലം, അത് എന്തുമാത്രം ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മോഡൽ പദ്ധതി അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ഭക്ഷ്യസുരക്ഷയും സാധാരണ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയും നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള വികസനവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഓരോ ഗ്രാമപഞ്ചായത്തിലും നമ്മൾ ആ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഞങ്ങളുടെ വാഗ്ദാനം. അത് ശരിക്കും നിങ്ങൾ വാഗ്ദാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വാക്ക് ഞാൻ എടുക്കുന്നത്. ശരിക്കും വാഗ്ദാനമല്ല, നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കണം. കാരണം അവരാണ് ശരിക്കും മെയിൻ ആൾക്കാർ, നമ്മുടെ ജനങ്ങളാണ് മെയിൻ ആൾക്കാർ. അവരുടെ നികുതി അടച്ച കാശ് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് എൻ്റെ നാട്ടിൽ തന്നെ ആയത് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ നാടെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയും നാൾ നിന്നെ ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ അല്ലേന്ന്. ഞാൻ എവിടെയായിരുന്നോ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞാൻ ആ പ്രവർത്തികളും എൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അവിടെയുള്ള കാര്യങ്ങളും അതിനുശേഷം ഞാൻ എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അതിന് പാർട്ടിയോട് കൂടി ചേർന്ന് 2020 NDAയുടെ ഭാഗമായി ഞാനിപ്പം മത്സരിക്കുന്നു. അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം സിനിമാ താരങ്ങളെ ഗ്ലാമർ വോട്ടിന് യൂസ് ചെയ്യുന്നു എന്ന് വിമർശനമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടും? അല്ല, ഇതിനെ നേരിടാനൊന്നുമില്ല. ഇതിനകത്തിപ്പം ഞാൻ സിനിമക്കാരി ആയതുകൊണ്ട് 5 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു സിനിമ ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നോൺ ഒരു ഫേസ് വരുമ്പോൾ ആ മണ്ഡലത്തിലേക്കൊന്ന് ശ്രദ്ധ വരും. അതാണ് പ്രധാന കാരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്താ പറയുക നോൺ ഫേസുകളെ കാൻഡിഡേറ്റായിട്ട് വെക്കുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കാരും കൂടുതൽ വോട്ടൊന്നും തരാൻ പോകുന്നില്ല. പിന്നെ ഇതിന് മുന്നേ പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ ഇവിടെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ഒരുപാട് കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊരവസരം തരൂ. ഒരു വട്ടം ഒരവസരമാണ് ചോദിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് മാറി മാറി പലരും ഭരിച്ചു. ഒരേ ഒരു വട്ടമാണ് ചോദിക്കുന്നത്. ഒരു വട്ട അവസരം നിങ്ങൾ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലും മനോഹരമായി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഏറ്റുമാനൂർ മണ്ഡലം ഉറപ്പായിട്ടും വളർച്ചയുടെ ഒരു മുഖം നിങ്ങളെ ഞാൻ കാണിച്ചു തരും. ഇത് ചുമ്മാ വെറും വാക്ക് പറയല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങോട്ടും പോകാൻ പോകണില്ല. കാരണം എനിക്കറിയാവുന്നത് എൻ്റെ സിനിമയും അല്ലെങ്കിൽ അഭിനയവും പിന്നെ ഞാനിപ്പം ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വന്നത്. ഇത് വെറും വാക്കല്ല, ഒരേ ഒരു അവസരം തരിക, അത് മാത്രമേ ചോദിക്കാനുള്ളൂ. എപ്പോഴും 2020 മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനത്തിൻ്റെ മാതൃകയാണ്. ഇപ്പം NDA സഖ്യത്തിലോട്ടും വന്നു. അരാഷ്ട്രീയ വികസനമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം 2020 NDAയുടെ ഭാഗമായിരിക്കുകയാണ്. ഈ ഒരു അലയൻസിനെയും കൂടെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഞാൻ പറയാം, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി നമ്മുടെ ഇവിടെ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഞാൻ MLA ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും
കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒത്തിരി വികസനങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് അല്ലെ അവർക്ക് കേന്ദ്രത്തിന് ഡയറക്റ്റ് ഇടപെടാൻ സാധിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു വട്ടം ഒരു അവസരം തരൂ ഞങ്ങൾക്ക്. ഒരേ ഒരു വട്ടമാണ് ആവശ്യപ്പെടുന്നത്. 2020യും അതുപോലെ തന്നെ NDAയുടെ പൂർണ്ണ പിന്തുണയും കൂടെ വരുമ്പോഴത്തേക്കിനും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വളർച്ചയായിരിക്കും ഉണ്ടാവുന്നത്. ഇത് വെറും വാക്കല്ല, ഒരു വട്ടമാണ് ചോദിക്കുന്നത്. ഒത്തിരി പേര് അപ്പോൾ 55 വർഷത്തോളമായിട്ട് ഒരുപാട് പേര് മാറി മാറി ഭരിച്ച മണ്ണാണിത്. ഒരേ ഒരു വട്ടം, ഈ ഒരേ ഒരു വട്ടമാണ് ചോദിക്കുന്നത്. ഒരു വട്ടം നിങ്ങളൊന്ന് മാറി ചിന്തിക്കൂ. ആ ചിന്ത കൊണ്ട് എന്തായാലും ഒന്നും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക്. ഇവിടെ ഉള്ളതല്ല ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിൽ നിന്നും വളർച്ചയേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവരും എന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ പല പോസ്റ്റുകളിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കുകയാണ്, എന്ത് ചെയ്യാനാണെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞു, ഒരു വട്ടം അവസരം തരും. നിങ്ങൾ ഇത്രയും വട്ടം മാറി മാറി കൊടുത്തില്ലേ, ഒരു അവസരമാണ് ചോദിക്കുന്നത്. അത് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്കും യാതൊരു വിധത്തിലും അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ ഉണ്ടാവും. ഇത് ഉറപ്പാണ്. വികസനങ്ങൾ ഒരിക്കലും ഒരുപാട് വികസനങ്ങൾ ഗ്രാമങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും ചെറിയ ചെറിയ വാർഡുകളിലേക്കും ഒന്നും എത്തുന്നില്ല. വികസനങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട്, ചുറ്റുപാടും വികസനങ്ങൾ നടക്കുന്നുണ്ട്. മെയിൻ സ്ട്രീമിൽ മാത്രമേ എപ്പോഴും വികസനങ്ങൾ നടക്കുന്നത്. സാധാരണക്കാരുടെ അവസ്ഥ ഇന്നും അന്നും എന്നും ഒരുപോലെയാന്നേ. ഞാൻ ആ സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വളരെ നെഞ്ചിൽ തട്ടി നെഞ്ചിൽ കൈവച്ചാണ് പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നും ഇതിനൊക്കെ അപ്പുറം അതൊന്നും ചിന്തിക്കാതെ നിങ്ങളിൽ ഒരാളായിട്ട് കൂടെ ഉണ്ടാവും. ഒരു വട്ടം അവസരം തരും. ഞാൻ ഈ പിന്നെയും ഒരു വട്ടം പറയുന്നത്, ഇത്രയും വർഷമായിട്ടുള്ള ചേഞ്ച്, അതിനൊരു മാറ്റം, കുറേ കൂടെ മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവും. അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ അധിക്ഷേപിക്കാനോ ഒരു രാഷ്ട്രീയം പറയാനോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ കൂടെയുള്ള എനിക്കറിയാവുന്ന എൻ്റെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വട്ടം അവസരം തരും. പിന്നെ ഈ സിനിമാ രംഗത്തുനിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ തിരിച്ച് സിനിമയിലേക്ക് പോകുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്ത് വന്നേക്കുന്നത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, സിനിമയിലേക്ക് ഇനിയിപ്പോൾ എപ്പോൾ തിരിച്ചെന്ന് എനിക്കറിയില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കിയേ പറ്റൂ. നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്താതെ ഇനി എന്തായാലും ഞാൻ തിരിച്ചു കയറില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഉറപ്പായിട്ട് ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമുകളുടെ മുന്നിൽ വന്ന് വെറുതെ ചുമ്മാ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടി, എന്നെ അറിയാവുന്ന, ഇനി എനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. മുൻപ് സംഘടനാ പ്രവർത്തനം നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിൽ നിന്നുള്ള എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക? ഞാൻ പറയട്ടെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ SFI എന്ന് പറയുന്ന ഒരു പാർട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും കമ്മ്യൂണിസത്തിൽ തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയും കുത്തകയല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതവും, ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് കമ്മ്യൂണിസമാണ്. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികളോ ഒരിക്കലും മാറിയിട്ടില്ല. എനിക്കതിനോടൊന്നും, ഞാൻ പറഞ്ഞല്ലോ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഓരോ സമയങ്ങളിലും, ഇപ്പോൾ കോവിഡ് വന്ന സമയങ്ങളിലാണെങ്കിലും, നമ്മുടെ മഹാമാരിയായിട്ടുള്ള ഇപ്പോൾ കോവിഡ് ആയിക്കോട്ടെ, പ്രളയമായിക്കോട്ടെ, ഈ സമയങ്ങളിലൊക്കെ ഞാൻ എവിടെയുണ്ടോ അവിടെ ഞാൻ നിന്നിട്ടുണ്ട്. പ്രളയത്തിൻ്റെ സമയത്ത് ചങ്ങനാശ്ശേരിയിലുള്ളവർക്കെല്ലാം നന്നായിട്ടറിയാം, എൻ്റെ വീടായിരുന്നു കളക്ഷൻ പോയിൻറ്റ്. ഇത് ഞാനിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും പലതും ഇടാറില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് അന്നത്തെ സമയം നമ്മളിതൊന്നും ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എനിക്ക് ജനങ്ങളോട് പറഞ്ഞേ പറ്റൂ. കാരണം എനിക്കിതിന് മുൻ പരിചയമുണ്ടോ, നീ എന്ത് ചെയ്തു അല്ലെ എങ്ങനെ നിന്നു എന്ന് ചോദിക്കുന്നതിനുള്ളൊരു ആൻസറാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നാടിന് വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടിയേക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം താ, എനിക്കൊരു ചാൻസ്, ഒരേ ഒരു വട്ടം താ. അത് ഈ ഒരു വട്ടമാണ് ചോദിക്കുന്നത്. ഈ ഒരു വട്ടം നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ സിനിമ നടിയാണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത പടം വരുമ്പം പോവും ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ, പൂർണ്ണമായിട്ടും എൻ്റെ നിലപാടുകളിൽ ഉറച്ച്, ഞാൻ പറയുന്ന ഈ ഓരോ കാര്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യും. ഇതെൻ്റെ വാക്കാണ്.